കലാഭവൻ നവാസിന്റെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച സംവിധായകൻ സനൽകുമാർ ശശിധരൻ രംഗത്തെത്തിയിരുന്നു. നവാസിന് നെഞ്ചുവേദനയുണ്ടായെന്ന നടൻ വിനോദ് കോവൂറിന്റെ പോസ്റ്റ് അടക്കം സനൽ ചർച്ചയാക്കിയിരുന്നു. കഴിഞ്ഞ ദിവസമാണ് നടൻ നവാസ് കലാഭവൻ മരണപ്പെട്ടത്. ഇതിനു പിന്നാലെ ഈ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് സംവിധായകൻ സനൽകുമാർ ശശിധരൻ രംഗത്തെത്തിയിരുന്നു. നവാസിന് നെഞ്ചുവേദനയുണ്ടെന്ന നടൻ വിനോദ് കോവൂറിന്റെ പോസ്റ്റ് അടക്കം സനൽ ചർച്ചയാക്കിയിരുന്നു. ഈ ആരോപണങ്ങൾക്ക് വിനോദ് നൽകിയ മറുപടി അടക്കം പങ്കുവച്ചാണ് സനൽ മറ്റൊരു പോസ്റ്റ് പങ്കുവച്ചത്. നവാസിന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും അതൊരു സാധാരണ രീതിയിലുള്ള മരണമാണെന്ന് വരുത്തി തീർക്കാൻ ഷാഡോ വ്യക്തികൾ ശ്രമിച്ചു എന്നുമാണ് മനസ്സിലാക്കേണ്ടതെന്നാണ് സനൽ എഴുതിയത്. പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്. ഇത് വിനോദ് കോവൂർ എനിക്ക് അയച്ച വോയിസ് മെസ്സേജ് ആണ്. ഇതിൽ പറയുന്നത് അദ്ദേഹം നവാസിന്റെ ഫിലിം സെറ്റിൽ ഉണ്ടായിരുന്നില്ല എന്നും നവാസിന്റെ ഷൂട്ടിംഗ് സെറ്റിൽ വെച്ച് നെഞ്ചുവേദന വന്നുവെന്ന് അയാളോട് പറഞ്ഞത് നവാസിന്റെ കളിക്കൂട്ടുകാരനും കുടുംബ സുഹൃത്തുമായ നൌഷാദ് എന്ന വ്യക്തിയാണ് എന്നുമാണ്. മറ്റാരോ പറഞ്ഞതാണ് വിനോദ് കോവൂർ സ്വന്തം അറിവെന്ന പോലെ ഫേസ്ബുക്ക് പോസ്റ്റിൽ എഴുതിയതെന്ന് അത് വായിക്കുന്ന ആർക്കും മനസ്സിലാവുകയും ചെയ്യും. എന്നാൽ എന്തുകൊണ്ട് ആ പോസ്റ്റിൽ ഈ വിവരം അയാളോട് പറഞ്ഞ ആളുടെ പേര് എഴുതിയില്ല എന്നത് വ്യക്തമല്ല. ഈ ശബ്ദരേഖയിൽ വിനോദ് കോവൂർ പറയുന്നത് താൻ നവാസിന്റെ മൃതദേഹത്തിനൊപ്പം 4 മണിക്കൂറോളം മോർച്ചറിയിൽ ഉണ്ടായിരുന്ന സമയത്താണ് നൌഷാദ് എന്നയാൾ അവിടെ ഉണ്ടായിരുന്ന പലരോടും ഇക്കാര്യം പറഞ്ഞതെന്നാണ്. നവാസ് 2-3 തവണ ഡോക്ടറെ വിളിച്ചു എന്നാണ് അയാൾ പറഞ്ഞതെന്ന് പറയുന്നു. 2-3 തവണ ഒരാൾ നെഞ്ചുവേദന വന്ന് ഡോക്ടറെ വിളിക്കണമെങ്കിൽ അയാളുടെ നെഞ്ചുവേദന നിസ്സാരമല്ലാത്തത് ആയിരിക്കണം. അപ്പോൾ ഉറപ്പായും അയാൾ സെറ്റിൽ ഒപ്പമുണ്ടായിരുന്നവരോട് സൂചിപ്പിക്കുകയെങ്കിലും ചെയ്തിരിക്കുകയും വേണം. ഒരു തവണ നെഞ്ചുവേദന വന്ന് ഡോക്ടറെ വിളിച്ചു എന്ന് പറഞ്ഞാൽ അത് സാരമില്ലാത്ത നെഞ്ചുവേദനയായി അവഗണിച്ചു എന്ന് കരുതാം. എന്നാൽ സെറ്റിലുള്ളവർ പറയുന്നത് നവാസിന് സെറ്റിൽ വെച്ച് നെഞ്ചുവേദന വന്ന കാര്യം തങ്ങൾക്കാർക്കും അറിയില്ലായിരുന്നു എന്നാണ്. 2-3 തവണ ഡോക്ടറെ വിളിക്കാൻ തോന്നുന്ന തരത്തിൽ നവാസിന് നെഞ്ചുവേദന വന്നിട്ടും അത് സെറ്റിലുള്ള ആരോടും പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയില്ല. നൌഷാദ് എന്നയാൾ അതുകൊണ്ടാണ് ഇക്കാര്യം സ്വന്തം പേരിൽ വെളിപ്പെടുത്താതെ മറ്റൊരാളുടെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അതും സ്വന്തം പേര് ഒഴിവാക്കിക്കൊണ്ട് വെളിപ്പെടുത്തി എന്നതിലും സംശയിക്കാനുള്ള വകയുണ്ട്. നവാസിന്റെ മരണത്തിൽ ദുരൂഹതയുണ്ട് എന്നും അതൊരു സാധാരണ രീതിയിലുള്ള മരണമാണെന്ന് വരുത്തി തീർക്കാൻ ഷാഡോ വ്യക്തികൾ ശ്രമിച്ചു എന്നുമാണ് മനസ്സിലാക്കേണ്ടത്. മറ്റൊരു കാര്യം ഇതിൽ പ്രധാനമാണ്. ഒരു ഹോട്ടൽ മുറിയുടെ നിലത്ത് കുഴഞ്ഞു വീണ ഒരു മനുഷ്യന്റെ തലയിൽ മുറിവുണ്ടാകാൻ സാധ്യമല്ല. പടിയിൽ നിന്നും വീഴുകയോ മേശയിൽ മറ്റോ വീഴുകയോ ചെയ്താൽ മുറിവുണ്ടായേക്കാം. എന്നാൽ നവാസ് വീണുകിടന്ന് മുറിയുടെ വാതിക്കലാണെന്നും മുറിയുടെ വാതിൽ പൂട്ടിയിട്ടില്ലായിരുന്നു എന്നുമാണ് റിപ്പോർട്ട്. നവാസിന്റെ മരണത്തിൽ ദുരൂഹതയുണ്ട് എന്നത് ഊട്ടിയുറപ്പിക്കുന്ന വസ്തുതകളാണ് ഇവയെല്ലാം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, ഇൻക്വസ്റ്റ് എന്നിവ പരിശോധിച്ചാൽ കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. പോലീസ് സ്റ്റേഷനിൽ നിന്നും ഈ വിവരങ്ങൾ കൈക്കലാക്കി പരിശോധിച്ച് മരണകാരണം ഉറപ്പിക്കാൻ ബന്ധുക്കളും അയാളുടെ അടുത്ത സുഹൃത്തുക്കൾ എന്ന് അവകാശപ്പെടുന്ന വിനോദ് കോവൂർ ഉൾപ്പെടെയുള്ളവരും താൽപര്യപ്പെടേണ്ടതാണ്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.